സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 73 സങ്കീർത്തനം 11 ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ? ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു. ഇവിടെയൊരു ഭക്തൻ തൻ്റെ ദുഃഖങ്ങളെ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുകയാണ്. ലോകത്തിൽ നോക്കുന്ന സമയത്ത് ദൈവമില്ല, ഒന്നുമില്ല, ദൈവം എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് പണം സമ്പാദിക്കുന്ന കാര്യത്തിലും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ തിന്നുകയും കുടിക്കുകയും ചെയ്ത് ആനന്ദിക്കുന്നതായ ആളുകളെ കാണുന്നതായ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് തോന്നലുണ്ടാകും? എന്തു തോന്നും? പറയൂ. എന്താണ് തോന്നുന്നത്? ദുഷ്ടന്മാരെ കണ്ടിട്ട് വേദനിക്കുവാൻ പാടില്ല. എന്താണ്? ചില സാഹചര്യങ്ങളിൽ വലിയ വലിയ ബംഗ്ലാവുകൾ കാണുമ്പോൾ, വലിയ വലിയ കാറുകൾ കാണുമ്പോൾ, എന്താണ് കർത്താവ്, ഞാൻ ഇത്രമാത്രം അധ്വാനിക്കുകയും സമ്പാദിക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോഴും നല്ലൊരു കാർ പോലും ഇല്ലല്ലോ. ഇവരുടെ വീട്ടിലാണ് 3-4 കാറുകളാണല്ലോ ഉള്ളത്. ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ചിട്ടും ഒരു സ്വന്തമായിട്ട് വീട് വെക്കാൻ പോലും കഴിയുന്നില്ല, ഒരു ഫ്ലാറ്റ് പോലും വാങ്ങാൻ കഴിയുന്നില്ല. ഇവരെന്താണ് ഇത്രമാത്രം അഭിവൃദ്ധി ഇവർ ഉണ്ടാകുന്നത് എന്ന് തോന്നിയിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ അനുഗ്രഹം വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതു സമയത്തും കള്ളുകുടിച്ച് നടക്കുന്നവർ 100 വർഷം വരെ ജീവിക്കുന്നു. പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് 30-ാമത്തെ വയസ്സ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. എന്താണ്? മദ്യപിച്ച് നടക്കുന്ന ഭർത്താവാണെങ്കിൽ വളരെ സന്തോഷത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവൻ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഭാര്യയാണെങ്കിൽ എപ്പോഴും യേശുവേ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ? കർത്താവിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടതകൾ വന്നത്? കർത്താവിൽ വിശ്വസിക്കാത്ത ആളുകൾ അത്രമാത്രം സുഖത്തോടെ ജീവിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അനുഗ്രഹം എന്നത് പണമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പലപ്പോഴും നാം ദുഷ്ടന്മാരെ നോക്കുന്ന സമയത്ത് അവരുടെ ജീവിതം സുഖമാണല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. അവർ സന്തോഷത്തോടെയായിരിക്കുന്നു, അവർക്ക് ഒരാകുലതയും കാണുന്നില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിരിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനാണെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. ജയിലിൽ പോകുമ്പോഴും വളരെ ഉഷാറായിട്ട് ധൈര്യത്തോടാണ് പോകുന്നത്. 2 വശത്തും ബോഡി ഗാർഡ്സും പോലീസുകാർ. പാവം. എന്തുകൊണ്ടാണ്? അവർക്ക് ഇത്രമാത്രം ധൈര്യം എവിടുന്നാണ്? ഞാനാണെങ്കിൽ ചെറിയ തെറ്റ് ചെയ്താൽ എനിക്ക് വേദന ഉണ്ടാകുന്നു, എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നും, എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കും, എന്നോട് തന്നെ എനിക്ക് സങ്കടം തോന്നാനിടയാകും. ഈ ലോകത്തിലെ മനുഷ്യർ ധൈര്യത്തോടെയായിരിക്കുന്നു, പേടി കൂടാതെ അവർ ജീവിക്കുന്നു എന്ന് പല സമയത്തും നമുക്ക് ചിന്തകൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ആലോചനകൾ വരുമ്പോൾ എന്തു ചെയ്താലും ശരി, ദൈവത്തിൻ്റെ മേൽ സംശയം ഉണ്ടാകുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ മേൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഭക്തൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. എൻ്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ ഞാൻ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമായി. ഇടവിടാതെ ഞാൻ ബാധിതനായിരിക്കുന്നു. ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വേദന അനുഭവിക്കപ്പെടും. നന്മയെന്ന് പറഞ്ഞിട്ട് തിന്മ ചെയ്യുന്നത്, സാധാരണക്കാരെ ദുഃഖിപ്പിക്കുന്നത്, പ്രധാനമായും വിശ്വാസികളെ സംബന്ധിച്ച് അവർ നീതിയോടുകൂടി മാത്രമേ ജീവിക്കുകയുള്ളൂ. കൈക്കൂലി വാങ്ങില്ല, മോഷണം നടത്തില്ല, കളവ് പറയില്ല, പണം പലിശയ്ക്ക് കൊടുക്കുകയില്ല. അതുകൊണ്ട് നീതിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ലോകം ശരിയായത് അല്ല. ഈ ലോകം നമുക്ക് ചേരുന്നത് അല്ല. എന്തിനാണ് നാം യേശുവിൽ വിശ്വസിക്കുന്നത്? ഈ കഷ്ടത ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ആർക്കുമില്ലാത്ത പ്രശ്നം നമുക്ക് ഉണ്ടാകുമ്പോൾ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി പ്രയോജനം എന്താണുള്ളത്? ഞാൻ മനസ്സാക്ഷിയെ കാത്തുകൊണ്ട് കളവ് പറയാതിരിക്കുകയാണെങ്കിൽ എന്താണ് പ്രയോജനം? ഞാൻ കള്ളക്കച്ചവടം നടക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ് പ്രയോജനം? ലോകക്കാർ ധൈര്യത്തോടുകൂടി ദുഷ്ടത പ്രവർത്തിച്ച് സുഖമായി വസിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ റിക്ഷ ഓടിച്ച് വിയർപ്പൊഴുക്കിയിട്ട് സമ്പാദിക്കുന്ന പണവുമായിട്ട് അവൻ എങ്ങോട്ടാണ് നേരെ പോകുന്നത്? കള്ളു ഷാപ്പിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു. ആ കടക്കാരൻ പണക്കാരനായി മാറുന്നു. ഇവനാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു നേരം ആഹാരം കൊടുക്കാൻ പറ്റാത്തതായ അവസ്ഥയിലായിത്തീരുന്നു. ഇത് അനീതിയുള്ള ലോകമാണ്.
നിങ്ങൾക്ക് അധ്വാനിക്കണമെങ്കിൽ ദൈവം സഹായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അധ്വാനിക്കുവാനും പണം ഉണ്ടാക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. മറക്കരുത്, അതിന് ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പണം ദൈവത്തിൻ്റെതാണ്. ഓർക്കുക, ദശാംശം ദൈവത്തിൻ്റെത് ആകുന്നു. അതിൽ 90% എൻ്റേതാകുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ സ്വത്തെല്ലാം ദൈവത്തിൻ്റെതാണ്. അവന് കൊടുത്തത് മാത്രമല്ല അവൻ്റേത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം അവൻ്റേതാണ്. നിങ്ങൾ തന്നെ അവൻ്റെ സ്വത്താണ്. നിങ്ങളെ അവൻ വില കൊടുത്ത് വാങ്ങിയതാണ്. നിന്നെ ഒരാൾ വാങ്ങിയിരിക്കുമ്പോൾ നിനക്കുള്ളതെല്ലാം ആരുടേതാണ്? വാങ്ങിയ ആളിൻ്റെതാണല്ലോ. പിന്നെന്താണ്? ഞാൻ ചോദിച്ചു, മകനെ, വെറിക്കുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആട്ടവും പാട്ടും. അതാണല്ലോ സിനിമയിൽ ഉള്ളത്. ആട്ടവും പാട്ടും. സിനിമയിൽ നായകനും നായികയും കൈപിടിച്ച് നടന്ന് പാടുന്നത് കാണാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കോളേജിൽ അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും ഡാൻസ് കളിച്ചാൽ ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഡാൻസ് കളിച്ചാണോ ജീവിക്കുന്നത്? പറയൂ, ഇതെന്താകുന്നു? എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? ആരെങ്കിലും ഡിഷു ഡിഷു എന്ന് പറഞ്ഞാൽ 10 പേർ മരിച്ചു വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെല്ലാം വെറും സങ്കല്പമാണ്. അത് യാഥാർത്ഥ്യമല്ല, കൃത്രിമമാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ആലോചിച്ചിട്ടുണ്ടോ? എത്രയോ ആളുകൾ ഇന്ന് സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. ഒരു ദിവസം എത്രയോ സിഗരറ്റാണ് അവർ വലിക്കുന്നത്. എത്രയോ ബീഡി വലിക്കുന്നുണ്ട്. അതുപോലെ പാൻ പരാഗുകൾ, അതുപോലെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ പുകയില ഉൽപ്പന്നങ്ങൾ. തന്മൂലം അനേകം ആളുകളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ചെറുപ്പത്തിൽ തന്നെ അവരുടെ കൈയും കാലും വിറയ്ക്കുന്നു, ബലഹീനമായി പോകുന്നു. എത്രയോ ആളുകൾ ഇന്ന് ആഹാരമല്ലാത്തതിന് വേണ്ടിയിട്ട്, അവർക്ക് സംതൃപ്തി നൽകാത്തതിനായിട്ട് അവരുടെ സമ്പത്തിനെ വിനിയോഗിക്കുന്നുണ്ട്. ദൈവമക്കളായിരിക്കുന്ന നാം അത് കാണുമ്പോൾ അത് അല്പകാലത്തേക്ക് മാത്രമായുള്ളതായ തൃപ്തിയാണ്. അത് അല്പകാല പാപഭോഗമാണ്. കുറച്ച് സമയത്തേക്കുള്ളൂ. നമ്മൾ കമ്പിത്തിരി കണ്ടിട്ടുണ്ട്. നാം അത് കത്തിക്കുമ്പോൾ കത്തിത്തീരുന്ന് കാണാം. എത്ര രസമാണത് കണ്ടു നിൽക്കുന്നത്. വളരെ രസമാണ്. വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്ന സമയത്ത് അത് തീർന്നു പോകും. അതാണ് അല്പകാലം, കുറച്ച് സന്തോഷം കിട്ടിയിട്ട് അത് തീർന്നു പോകും. അതാണ് ലോകം നൽകുന്നതായ സന്തോഷം. അതാണ് താൽക്കാലികമായത്, അല്പകാലത്തേക്കുള്ളത്. എന്നാൽ ദൈവസന്നിധിയിലുള്ള ആനന്ദത്തെ നീ രുചിച്ചറിയുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ നീ ദൈവത്തിൻ്റെ മകനായി ജീവിക്കുമ്പോഴും കഷ്ടത വരുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചതിന് കാരണമായി നിനക്കുള്ള പ്രയോജനം എന്താണെന്ന് നീ മനസ്സിലാക്കിയാൽ, ആ ദുഷ്ടന്മാരെ കണ്ടിട്ട് നീ പ്രയാസപ്പെടില്ല. ആ ദുഷ്ടന്മാരുടെ അടുക്കലേക്ക് പോകില്ല. 16-ാം വാക്യം, ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിക്കുവാൻ ഇടയായി. ശ്രദ്ധിക്കുക, ഇതിൽ എന്തുകൊണ്ടാണ് അവന് പ്രയാസകരമായി തോന്നിയത്? അവർ അനുഗ്രഹം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്തുകൊണ്ടാണ് കഷ്ടതയിലായിരിക്കുന്നത്? അവർ എന്താണ് എല്ലാ രീതിയിലും സുഖത്തോടെ ആയിരിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ രീതിയിലും വളരെ താഴ്ന്ന അവസ്ഥയിൽ നന്മയില്ലാത്തവനായിരിക്കുന്നത്? പ്രാർത്ഥനയോടുകൂടി ക്ഷമയോടുകൂടി എൻ്റെ രക്ഷയെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യം ഇതെന്താകുന്നു എന്ന് എവിടെ ചെന്നാണ് ആലോചിച്ചത്? അവരുടെ അന്തം എന്താകുമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി. ഈ ഭക്തൻ എന്തു ചെയ്തു? പ്രാർത്ഥിക്കുവാനിടയായി. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥന എന്നാൽ നാം ദൈവത്തോട് പറയുകയാണെന്നാണ് നാം പലപ്പോഴും വിചാരിക്കാറുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ദൈവത്തോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു എന്നത് മാറ്റിവെക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക. മനസ്സിലായോ? എന്താണ്? പരിശുദ്ധ സന്നിധിയിൽ ദൈവത്തോടു സംസാരിക്കൂ. കർത്താവ് നിന്നോട് സംസാരിക്കും വരെ പ്രാർത്ഥനയോടിരിക്കൂ. പ്രാർത്ഥിച്ചു ധ്യാനിക്കുക. എന്താണ്? വിശുദ്ധ സ്ഥലത്ത് കർത്താവിനോട് സംസാരിക്കണം. എപ്പോൾ വരെയാണ്? കർത്താവ് നമ്മോട് തിരിച്ച് സംസാരിക്കുന്നത് വരെ നാം പ്രാർത്ഥനയിൽ ആയിരിക്കുക. അതല്ല കർത്താവ് അത് വേണം, ഇത് വേണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ സഹായിക്കണമേ, ആമേൻ, കോപ്പി. അങ്ങനെയാണോ? എപ്പോഴാണെങ്കിലും നിങ്ങൾ ആമേൻ പറഞ്ഞിട്ട് കുറച്ചു നേരം കണ്ണടച്ച് നിശബ്ദമായി അവിടെ തന്നെ ഇരിക്കുക. ദൈവം അപ്പോൾ നിന്നോട് സംസാരിക്കാനിടയാകും. നീ ചോദിച്ച വിഷയത്തെക്കുറിച്ച് അവൻ മറുപടി പറയുവാനിടയാകും. അവൻ കണ്ണുണ്ടായിട്ട് കാണാതെയും കാതുണ്ടായിട്ട് കേൾക്കാതെയും കൈയുണ്ടായിട്ട് പ്രവർത്തിക്കാതെയും ചെയ്യുന്നതായിരിക്കുന്ന ദൈവമല്ല. നിന്റെ ദൈവം വിശ്വസ്തനായവനാണ്. അവൻ സംസാരിക്കുന്നവനാണ്. അവൻ ജീവനുള്ളവനാണ്. അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ആലോചിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദ് അനേക സന്ദർഭങ്ങളിലും ചില പ്രശ്നത്താൽ, ചില പ്രതികൂലത്താൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്
ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ ഭാഗത്ത് നോക്കുമ്പോൾ അതിന്റെ മറുപടി അവിടെ കിട്ടുന്നതായിട്ട് കാണാം. ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, അത്ര നേരം ആ സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? 18-ാം വാക്യം നോക്കുമ്പോൾ, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുഴ്ചകളാൽ അശേഷം മുടിഞ്ഞ് പോയുമിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക, നോക്കൂ, അവർ എവിടെയാണ് നിൽക്കുന്നത്? വഴുവഴുപ്പുള്ള ഇടത്താണ് അവർ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. 70 നില ബിൽഡിംഗാണ് കെട്ടിയിരിക്കുന്നത്. പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു, പുതിയ പുതിയ വസ്തുക്കൾ വാങ്ങുന്നു, പുതിയ പുതിയ ഫ്ലാറ്റുകൾ വാങ്ങുന്നു. എന്താണ്? അമേരിക്കയ്ക്ക് പോകുന്നു, ലണ്ടനിലേക്ക് പോകുന്നു. പെട്ടെന്നാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. കാണുന്നവർ എന്താണ് പറയുന്നത്? അവന്റെ സമയം നല്ലതായിരിക്കുന്നു. അവന്റെ കഷ്ടകാലം മാറിയിരിക്കുന്നു, അവൻ ഉയർച്ച പ്രാപിക്കുന്നു, നന്മ പ്രാപിക്കുന്നു. ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ്. ഞാൻ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഇവനെവിടേക്കാണ് പോയിരിക്കുന്നത്? ഇവിടെ പോയിരിക്കുന്നു. എന്താണെന്ന് നാം വിചാരിച്ചു. ഇവനെന്താണ് ചെയ്തത്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ലോകം. ഇവൻ അവിടെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥന ചെയ്തപ്പോൾ ഒരു വശത്ത് ലോകമാണ്, ഒരു വശത്ത് ഇവൻ എവിടെയായിരിക്കുന്നു? ഇവിടെയായിരിക്കുകയാണിപ്പോൾ. എവിടെയാണ്? കാലൊന്ന് തെന്നിപ്പോയാൽ എന്ത് സംഭവിക്കും? ആഴത്തിലേക്ക് വീണുപോകും, പാതാളത്തിലേക്ക് വീണുപോകും. നാം ചിന്തിക്കുന്നത് വേറെയാണ്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വേറെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവന് നന്മയാണ്, എന്നാൽ മറ്റൊരു ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവൻ എത്ര അപകടത്തിലാണ്. ഏതു നിമിഷവും വീണുപോകുന്ന അവസ്ഥയിലാകുന്നു. ഡയാന രാജകുമാരി അറിയാമോ? എത്ര സുന്ദരിയായിരുന്ന ഒരു രാജകുമാരി ആയിരുന്നു. എന്താണ്? സൗന്ദര്യ റാണിയായിരുന്നു. കാറ് വന്ന് ഒറ്റയിടിയാണ് ഇടിച്ചത്. പാവം, അവളുടെ മുഖം പോലും കാണുവാൻ ബാക്കിയില്ലായിരുന്നു. ആ വ്യക്തിക്ക് അവസാനം മുഖം പോലും കിട്ടിയില്ല. നോക്കൂ, എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉള്ളതായ ദൈവത്തിന്റെ കാവലെത്ര വലുതാണ്. ആ അനുഗ്രഹം, ആ കരുണ, ധനവാനെന്ന് വിളിക്കപ്പെടുന്ന അനേകം ആളുകൾക്ക് അത് ഇല്ല. ഇപ്പോൾ ആ ഭക്തൻ എന്താണ് പറയുന്നത് നോക്കുക, 23-ാം വാക്യം. എന്നിട്ടും ഞാൻ എല്ലായ്പ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. അവൻ എവിടെയാണ് ഇരിക്കുന്നത്? വഴുവഴുപ്പുള്ള സ്ഥലത്ത്. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? നിന്റെ അടുക്കൽ. അതുമാത്രമല്ല, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നാം നോക്കുകയാണെങ്കിൽ ഒന്ന് വീഴുവാൻ ശ്രമിച്ചാൽ പോലും വീഴില്ല. കാരണം നമ്മുടെ വലം കൈക്ക് അവൻ പിടിച്ചിരിക്കുകയാണ്. എന്താണ്? നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. അതിനുശേഷം നരകത്തിലേക്കല്ല, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. കണ്ടില്ലേ? നിനക്കുള്ള ഭാഗ്യത്തെക്കുറിച്ച് നീ ചിന്തിക്കാതെ അവനുള്ളതായ പേരും പ്രശസ്തിയും ധനത്തെക്കുറിച്ച് നീ ആശിക്കുകയാണെങ്കിൽ എത്ര അറിവില്ലായ്മയാണ്. അവൻ വഴുവഴുപ്പുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. പാതാളത്തിലേക്ക് പോകുന്ന ഇടത്താണ്, നാശത്തിലേക്ക് പോകുന്ന വഴിയിലാണ് അവൻ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ നിന്റെ അടുക്കലാണ്, നീ എന്റെ അടുക്കലാണ് ഇരിക്കുന്നത്. ഞാൻ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടാലും ശരി. ശദ്രക് മേശക് അബേദ്നെഗോവിനെ വിഗ്രഹത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് എവിടേക്കാണ് എറിഞ്ഞു കളഞ്ഞത്? തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് അതിലേക്ക് എറിഞ്ഞു. എറിഞ്ഞ സമയത്ത് ആ രാജാവ് പറയാണ്, എന്തുകൊണ്ടാണ്? നാം 3 പേരെയാണല്ലോ എറിഞ്ഞു കളഞ്ഞത്. ആ തീയിൽ നോക്കൂ, 4 പേരെ കാണുന്നു. നാം കൈകാലുകളെ ബന്ധിച്ചാണല്ലോ അവരെ അതിൽ ഇട്ടത്. അവരിതാ ബന്ധനം അഴിഞ്ഞ് അവർ നടക്കുന്നു. അവർ അതിൽ കൂടി സഞ്ചരിക്കുകയാണ്. അപ്പോൾ 4-മത്തെ വ്യക്തി ആരാകുന്നു? യേശുക്രിസ്തു നമ്മോട് കൂടിയുണ്ടെങ്കിൽ ഒരഗ്നിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. നീ വെള്ളത്തിൽ കൂടി നടന്നാൽ വെള്ളം നിന്നെ മൂടിക്കളയില്ല. ഒരു സൈന്യം നിനക്ക് എതിരായിട്ട് വന്നാലും നിന്നെ തകർത്തു കളയുവാൻ കഴിയില്ല. നാം അത് മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും തന്നെ നശിച്ചു പോകില്ല. നീ എവിടെയാണുള്ളത്? നീ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഉള്ളത്. അതിനുശേഷം 25-ാം വാക്യം വായിക്കൂ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചെടുക്കുകയാണ് എങ്കിൽ അവരാണ് യഥാർത്ഥ ദൈവദാസന്മാരാകുന്നത്. എന്താണ്? നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. ജ്ഞാനവും വിവേകവും സർവശക്തിയുമുള്ള കർത്താവ് നമ്മോടുകൂടി ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ ലോകത്തെ നമുക്ക് ആവശ്യമുണ്ടോ? ലോകത്തിൽ എന്താണുള്ളത്? അനീതിയും വഞ്ചനയും, എന്താണ്?
ജ്ഞാനവും ബുദ്ധിയും വിവേകവും സർവസമ്പത്തും അവനിൽ ഗുപ്തമായിരിക്കുന്നു. വെള്ളി എൻ്റേത്, പൊന്നെൻ്റേത്, ഭൂമിയിലുള്ള സർവ്വതും എൻ്റേതാകുന്നു എന്ന് പറയുന്ന കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് ആവശ്യമായിരിക്കുന്നത്? രാജാതിരാജാവായ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ അവനിൽ ഉണ്ടായിരിക്കുന്ന മഹത്വം നോക്കുക. നമുക്കുമില്ലേ? ഇന്ന് അനേകം ആളുകളും ദൈവം നൽകുന്ന അനുഗ്രഹവും നന്മയുമായിട്ട് പോകണമെന്നല്ലാതെ കർത്താവിന് കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ആ കർത്താവിനെ എനിക്ക് വേണം, ആ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് വേണം. അതാണ് യഥാർത്ഥമായിരിക്കുന്ന ഭക്തി. ഈ ദിവസം ദുഷ്ടന്മാരെ കണ്ട് വ്യസനിക്കരുത്. ഞങ്ങളുടെ മക്കളേക്കാൾ അവരുടെ മക്കൾ നന്നായി പഠിക്കുന്നു, അവരുടെ മക്കൾ കാണുവാൻ വളരെ ചന്തമുണ്ട്, ഞങ്ങളുടെ മക്കളേക്കാൾ അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അനേകർ അസൂയപ്പെടാറുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എവിടെയായിരിക്കും? വിശ്വാസിയായിരിക്കുന്ന നിന്റെ മക്കൾ എവിടെയായിരിക്കും? അവിശ്വാസികളായിരിക്കുന്ന അവരുടെ മക്കൾ എവിടെയായിരിക്കും എന്ന് നോക്കുമ്പോൾ അതിശയം തോന്നും. ദൈവം അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമാണ്. ഇന്ന് എത്രയോ ആളുകൾ ലോകത്തിൽ ദുഷ്ടന്മാരുടെ നന്മ കണ്ടിട്ട് വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നു. യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസം, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മതിയെന്നാണ്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി, ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ദാവീദ് പറയുകയാണ്, നീതിമാന്മാരുടെ മക്കൾ ഭക്ഷണം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലക്ഷപ്രഭുക്കളുടെ മക്കൾ ഭിക്ഷ യാചിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? ലക്ഷപ്രഭുക്കളുടെ മക്കൾ ഭിക്ഷയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ നീതിമാന്റെ മക്കൾ ഭിക്ഷയെടുക്കുന്നത് കണ്ടിട്ടില്ല. നീ നീതിയോടെ ജീവിച്ചാൽ നിന്റെ മക്കൾക്ക് ഒരുപാട് പണം നീ സ്വരുക്കുട്ടി കൊടുത്തില്ലെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നന്മ ഉണ്ടാകും. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സിംഹം കാട്ടിലെ രാജാവാകുന്നു. ആ രാജാവ് വിചാരിച്ചാൽ കാട്ടിലെ ഏത് മൃഗത്തെയും പിടിച്ചുകൊണ്ടുവരാം. എന്നാൽ ആ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരുന്നാലും ശരി, നമ്മുടെ മക്കൾക്ക് അവൻ ഒരു കുറവും വരുത്തില്ല. നീതിമാന്മാരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, ദുഷ്ടന്മാരുടെ മക്കൾ നശിച്ചു പോകും. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരെ 1000 തലമുറയോളം ഞാൻ അനുഗ്രഹിക്കുമെന്ന്. എന്റെ വചനം കേൾക്കാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളെ 3-4 തലമുറകൾ വരെയും അവരെ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം? എങ്ങനെയാണ്? 1000 തലമുറകൾ വരെയാണ്. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് 1000 തലമുറയോളം ശിക്ഷകൾ ഉണ്ടാകില്ല. എന്നാൽ അവരാണെങ്കിൽ 3 തലമുറയ്ക്കുള്ളിൽ നശിച്ചു പോകും. പഴയ നിയമത്തിൽ പറയുന്നു, ചൂലുകൊണ്ട് തുടച്ചു കളയുന്നത് പോലെ നിന്റെ വംശത്തെ ഞാൻ തുടച്ചു കളയുമെന്ന് പറയുന്നത് കാണാം, രാജാക്കന്മാരുടെ ചരിത്രം വായിച്ചാൽ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നാം കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? പറയൂ, നമുക്ക് വേണ്ടിയും. അതിനുശേഷം നമുക്ക് വേണ്ടി ഒരു കാലഘട്ടം വരെയുള്ളൂ. നിനക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ? മക്കൾക്ക് വേണ്ടിയല്ലേ? മക്കളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ? ആ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നീ അവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നീ ബിൽഡിങ്ങുകൾ പണിയുന്നു എന്ന് പറഞ്ഞിട്ട്, കള്ളം പറഞ്ഞിട്ട്, കൈക്കൂലി വാങ്ങി, അന്യായം ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ 3 മാസം കൊണ്ട് അവർ നശിപ്പിച്ച് കളയുവാൻ ഇടയാകും. എന്താണ്? അവർ വിറ്റുകളയും, അവർ നശിപ്പിച്ചു കളയും. അവർക്ക് കഷ്ടപ്പാടിന്റെ വില അറിയില്ല. നിന്റെ കഷ്ടപ്പാടിന്റെ വില അവർക്ക് മനസ്സിലാകില്ല. എന്നാൽ നിന്റെ മക്കൾക്ക് യേശുവിനെ കൊടുക്കൂ, യേശുവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കൂ, യേശുവിനോടൊപ്പം എന്തിനേയും കൊടുക്കൂ. അത് വളർച്ച പ്രാപിക്കാനിടയാകുന്നത് കാണാം. ഈ കാലത്ത് ലോകത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ട്, ദുഷ്ടന്മാരെ കണ്ടിട്ട് നീ വ്യസനിക്കാൻ പാടില്ല. അവർ സുഖമായിരിക്കുന്നു, ആരോഗ്യവാന്മാരായിരിക്കുന്നു, അവർ കഷ്ടപ്പെടാതെ പണം സമ്പാദിക്കുന്നു. ഞാൻ രാവും പകലും കഷ്ടപ്പെട്ടും എനിക്ക് വരനിരയ്ക്കാൻ കഴിയുന്നില്ല എന്ന ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് നിന്റെ കൂടെ കർത്താവുണ്ടെന്ന് ഉള്ള വിഷയം നീ വിശ്വസിക്കുക. ഓർക്കുക, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്കൊരു കുറവുമില്ല, എൻ്റെ പാത്രവും നിറഞ്ഞ് കവിയുന്നു. ഈ അന്ത്യകാലത്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തിൽ ആകണമെന്ന്, എപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവും വിശ്വാസവും ഉള്ളവർ ആയിരിക്കണമെന്ന്, ഓരോ ചെറിയ കാര്യത്തിലും ദുഃഖിക്കാതെ നിന്റെ കൂടെ നിന്നെ ബലപ്പെടുത്തുവാൻ യേശുക്രിസ്തു ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ എന്തു ചെയ്യും? പറയൂ, കർത്താവേ എന്ന് വിളിക്കുമോ? കർത്താവേ, അത്ര മതി. എന്താണ്? കർത്താവേ എന്ന് വിളിച്ചാൽ മതി. എന്താണ്? നീ ഉച്ചത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കർത്താവേ, എന്നെ അറിയുന്നുണ്ടല്ലോ, കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ, കർത്താവെ ദയ കാണിക്കണേ, കർത്താവെ എൻ്റെ കൂടെ വരണമേ. ഇങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ബൈബിളിലുണ്ട്. അത് വളരെ എഫക്റ്റാണ്.
അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് കർത്താവ് മറുപടി നൽകും. നാം സുദീർഘമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നാം ദീർഘസമയമെടുത്ത് കർത്താവിനെ സ്തുതിക്കുക. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. പൗലോസ് പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയിരുന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ഇടയായി. ഗർജിക്കുന്ന സിംഹമായിരിക്കുന്ന പിശാചിന്റെ വായിൽ നമ്മെ ഇട്ടുകൊടുക്കാതെ നമ്മെ രക്ഷിക്കും. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. കർത്താവേ, എനിക്ക് തുണനിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ച് അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് എന്നെ വിടുവിക്കുവാനിടയായി. നീ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് നിന്റെ അടുത്തുള്ളത് കൊണ്ടാണ്. തലമുടിനാരിൻ്റെ വ്യത്യാസത്താലായിരിക്കും രക്ഷപ്പെടുന്നത്. അനേക തവണ നാം പല പല ആക്സിഡന്റുകളിൽ നാം അറിയാതെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല സമയത്തും മരണത്തിൻ്റെ വായിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുന്നുണ്ട്. സ്കിൻ ക്യാൻസർ, ഐ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ലിവർ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. എങ്ങനെയാണത് ആരംഭിച്ചത്? എങ്ങനെയാണത് ഉണ്ടായത്? ചെറിയൊരു ഇൻഫെക്ഷൻ, ചെറിയൊരു വൈറസ്. ആ വൈറസ് നിന്നിൽ വരാതെ ദൈവം നിന്നെ കാത്തു സൂക്ഷിച്ചു. ദൈവം നിന്നെ എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, എത്ര ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് എന്നതറിയാമോ? ഒരു രോഗം വന്നിട്ട് സൗഖ്യം പ്രാപിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകിയെന്ന് സാക്ഷ്യം പറയുന്നവർ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് രോഗം തന്നെ വരാതെ കാക്കുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകാതെ ഒരു സർജറിയും ചെയ്യേണ്ട ആവശ്യമില്ലാതെ എന്നെ കാക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന നാം എത്രത്തോളം ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ശുദ്ധീകരിക്കുവാൻ ഇടയാകും. നമ്മുടെ ശിരസ് മുതൽ പാദം വരെ കുറവുകൾ ഉണ്ട്. എല്ലാ അവയവങ്ങളെയും നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത്, നാം അറിയാതെ തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ടവൻ. നമുക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. നാം അതിനുവേണ്ടി പ്രത്യേകിച്ച് ദിവ്യദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട. നിനക്ക് വിശ്വാസമുണ്ടായാൽ മതി. നിങ്ങൾ വിശ്വസിച്ചാൽ ഏതു സങ്കടവുമായിട്ടാണ് നിങ്ങൾ വന്നത്, നിങ്ങൾ പോകുന്നതിന് മുൻപ് അതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ കർത്താവ് എവിടെയാണുള്ളത്? നിങ്ങളുടെ കൂടെയായിരിക്കുന്നു. ഒരു തീരുമാനത്തോടു കൂടി പോകാം. ലോകത്തെ കണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട, ലോകക്കാരെ കണ്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട. നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുക. ലോകത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാം. ദയവചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കഷ്ടം എന്തായാലും ശരി, ദുഃഖം എന്തായാലും ശരി, നിങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ സംശയത്തോടെ ഇവിടെ ആയിരിക്കുന്നുവെങ്കിലും, സമാധാനമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിലും, വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു എങ്കിലും, ഈ ദിവസം കർത്താവ് നിന്നോട് തന്നെ സംസാരിക്കുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ പക്ഷത്തു നിന്ന് പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നിന്നെ സഹായിക്കുകയാണ്. രോഗദുഃഖത്തിലാകാതെ നിന്നെ വിടുവിക്കുന്ന ദൈവമാകുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങളിലും കെണികളിലും നീ പെട്ടുപോകാതെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നു. ഞാൻ നിന്റെ വലംകരം പിടിച്ചുകൊണ്ട് നീ നടക്കേണ്ടുന്ന പാത നിനക്ക് ഞാൻ കാണിച്ചു തരുന്നു. നിന്റെ കരം പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലുന്നത് വരെയും, ആ മഹത്വത്തിലേക്ക് നീ ചെല്ലുന്നത് വരെയും നിന്നെ കൈവിടുകയില്ലെന്ന് പറയുന്നതായ യേശുക്രിസ്തു, നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ യേശുക്രിസ്തു, ഈ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാം. നമ്മുടെ രാജാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അവനെ പ്രതിഷ്ഠിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ വിശുദ്ധ ആലയത്തിൽ, നിന്റെ വിശുദ്ധ സന്നിധിയിൽ കർത്താവേ, നിങ്കലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണ് ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുകയാണ് കർത്താവേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാകുന്നുവെന്ന് പിതാവെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യനെ വിശ്വസിച്ച് പരാജയപ്പെട്ടു പോയി, വീണുപോയി കർത്താവേ. മതിയായി കർത്താവേ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സഹായകൻ, നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാകുന്നു ഞങ്ങളുടെ സ്നേഹിതൻ, നീയാണ് എൻ്റെ രാജാവ്. എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ എന്നാരൊക്കെയാണോ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഹൃദയത്തിലേക്ക് നീ വരണമേ. കുറേ വർഷങ്ങളായിട്ട് ഒരു നന്മയും ഉണ്ടാകുന്നില്ല, ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് നിലവിളിക്കുന്നതായ ആളുകളെ നീ നോക്കണമേ. ഉയർച്ച ഉയരത്തിൽ നിന്ന് വരുന്നുവെന്ന്, അനുഗ്രഹം നിന്നിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞല്ലോ കർത്താവേ. നിന്നിൽ ആശ്രയിക്കുന്ന ആളുകളെ വാലല്ല തലയാക്കി മാറ്റുമെന്ന് പറഞ്ഞ കർത്താവേ, അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം നീ നൽകണമേ ദൈവമേ. നിന്റെ മക്കൾ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ സഹിക്കുവാനുള്ള കൃപ നീ കൊടുക്കണമേ.
കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർ തകർന്നു പോകാതെ അനുഗ്രഹിക്കപ്പെടുവാൻ അവരെ സഹായിക്കണമേ. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർ നശിച്ചു പോകാതെ ശ്രേഷ്ഠമുള്ള വിശ്വാസമുള്ളവരായി അവർ വെളിയിൽ വരുന്നതിന് വേണ്ടി അവരെ നീ സഹായിക്കണമേ. ബലം പ്രാപിക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.